ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ചിക്കനും ബീഫും മുട്ടയൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ചിലവും കുറവാണ്, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി എടുത്തിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓയിലായാലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളക് പൊടിച്ചതും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ 3/4 കപ്പ് റവ ആണെങ്കിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് റവ 3/4 കപ്പ് എടുത്തിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്തെടുക്കുമ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെക്കാൻ പാടില്ല, മീഡിയത്തിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. റവ എടുക്കുമ്പോൾ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. എന്നിട്ടിത് നന്നായിട്ട് വെന്ത് വരുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമെല്ലാം നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു 3 ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞതും, കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. കയ്യിലിങ്ങനെ ഉരുട്ടിയാൽ ഉരുളാവണ പരുവത്തിൽ ആക്കിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം കുറേശ്ശെ എടുത്തിട്ട് ഉരുളകളാക്കിയതിന് ശേഷം ഓരോ ഷേപ്പാക്കി എടുക്കാം. കട്ട്ലറ്റിൻ്റെ ഷേപ്പാണെങ്കിൽ അങ്ങനെ, ഞാനിങ്ങനെ നീളത്തിലാണ് ഷേപ്പാക്കി എടുത്തിട്ടുള്ളത്. കുറച്ച് മാവ് ലാസ്റ്റ് വന്നപ്പോൾ അത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലും ആക്കിയെടുത്തിട്ടുണ്ട്. എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചു വയ്ക്കാം. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് ആദ്യം മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്യണം. ഞാനിവിടെ ബ്രെഡ് പൊടിയല്ല എടുത്തിട്ടുള്ളത്, റസ്ക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. റസ്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കഴിക്കാനായിട്ട്. ഇനി ഓരോന്നെടുത്തിട്ട് നന്നായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ടിട്ട് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലറ്റിൻ്റെ ഒക്കെ അതേ പരുവത്തിലാക്കിയിട്ട് എടുക്കാം. ഇതിപ്പോൾ ഒരു വശമായിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് എടുത്ത് മാറ്റാം. ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ലാസ്റ്റ് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്, അതും കൂടെ ഫ്രൈ ചെയ്യാം. ടൊമാറ്റോ സോസിൻ്റെ കൂടെയും വെറുതെ കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. എന്തായാലും ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്.
ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം ജ്യൂസി ആയിട്ടും പുറം വശം ഇങ്ങനെ ക്രിസ്പി ആയിട്ടാണുള്ളത്. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക്